This program brought to you by कल्याण ज्वेलर्स, अब ओक ट्री रोड, न्यू जर्सी में। Lawson Travels, where experience meets excellence. ലക്ഷ്മി സിൽക്സ്, TB റോഡ്, കോട്ടയം. പ്രവാസി ചാനൽ ഡെയിലി ന്യൂസ് ബുള്ളറ്റിനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രവാസി ചാനൽ ഇപ്പോൾ എല്ലാ സ്ട്രീമിംഗ് ഡിവൈസുകളിലും ലഭ്യമാണ്. ഡൗൺലോഡ് മീഡിയ ആപ്പ് യൂസ് ഓൺ എനി ഓഫ് യുവർ സ്ട്രീമിംഗ് ഡിവൈസ് or in smart television. നോർത്ത് അമേരിക്കയിലെ ഏറ്റവും പ്രബലമായ മലയാളി സംഘടനകളിലൊന്നായ ഷിക്കാഗോ മലയാളി അസോസിയേഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഇന്റർനാഷണൽ ലീഡേഴ്സ് കോൺക്ലേവ് ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങളുടെ കാലിക പ്രസക്തി കൊണ്ടും വിശിഷ്ട വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യത്താലും സൃഷ്ടിപരമായി. വിവരസാങ്കേതികവിദ്യ, ആരോഗ്യം, ജൈവസാങ്കേതികവിദ്യ, ബഹിരാകാശം, ശാസ്ത്രം, കയറ്റുമതി, ഇറക്കുമതി, നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയ മേഖലകളിലെ ലോകത്തിന്റെ വളർച്ചയും കേരളത്തിന്റെ നേട്ടങ്ങളും സംബന്ധിച്ച് ലെറ്റ്സ് റൈറ്റ് ടുഗദർ എന്ന ആശയത്തിന്റെ വെളിച്ചത്തിൽ നടത്തിയ ചർച്ചയായിരുന്നു കോൺക്ലേവിന്റെ ഹൈലൈറ്റ്. തിരുവനന്തപുരത്തെ KTDC മാസ്കോട്ട് ഹോട്ടലിലെ സിംഫണി ഹാളിൽ 2025 ജനുവരി 7 ചൊവ്വാഴ്ച വൈകുന്നേരം 5:30 ആരംഭിച്ച കോൺക്ലേവ് അന്താരാഷ്ട്ര തലത്തിൽ പ്രശസ്തനായ വ്യക്തിയും കോൺഗ്രസ് നേതാവും സ്ഥലം MPയുമായ ശശി തരൂർ നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. ബഹുതല സ്പർശിയായ വിഷയങ്ങൾ ചർച്ചയിലെടുത്ത് ഇത്തരത്തിൽ ഒരു കോൺക്ലേവ് സംഘടിപ്പിച്ച ഷിക്കാഗോ മലയാളി അസോസിയേഷനെ അദ്ദേഹം പ്രശംസിച്ചു. അമേരിക്കൻ മലയാളികൾക്ക് ശരിക്കും NRI ആണ്, അതായത് നാഷണൽ റിസർവ് ഓഫ് ഇന്ത്യ എന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചു. തുടർന്ന് അഡ്മിനിസ്ട്രേറ്റീവ് ലീഡേഴ്സിന്റെ ഭാഗത്തു നിന്നും വിഴിഞ്ഞം ഇന്റർനാഷണൽ സ്പീപോർട്ട് ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ദിവ്യ S. അയ്യർ IAS, തൊഴിൽ വകുപ്പ് സെക്രട്ടറി ഡോക്ടർ K. വാസുക്കി IAS, ഡിജിറ്റൽ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ സിസ തോമസ്, മഹാത്മാഗാന്ധി സർവകലാശാല മുൻ വൈസ് ചാൻസലറും കേരളത്തിലെ ആദ്യ വനിതാ VCയുമായ ഡോക്ടർ ജാൻസി ജെയിംസ്, കേരള കേഡറിലെ ആദ്യ വനിത KPS ഉദ്യോഗസ്ഥയായ R. ശ്രീരേഖ എന്നിവർ സംസാരിച്ചു. ബിസിനസ് ലീഡർമാരുടെ പാനലിൽ നിന്നും പ്രമുഖ വ്യവസായിയും ജോയ് ആലുക്കാസ് ഗ്രൂപ്പ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ജോയ് ആലുക്കാസ്, ദക്ഷിണേന്ത്യൻ വ്യവസായിയും സിനിമാ നിർമ്മാതാവും നടനുമായ ഗോകുലം ഗോപാലൻ, ടൂറിസം അഡ്വൈസറി ബോർഡ് അംഗവും കോൺഫെഡറേഷൻ ഓഫ് കേരള ടൂറിസം ഇൻഡസ്ട്രി പ്രസിഡന്റുമായ EM നജീബ്, AVA ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ മാനേജിംഗ് ഡയറക്ടറും ചെയർമാനുമായ ഡോക്ടർ AV അനൂപ് തുടങ്ങിയവർ അഭിപ്രായങ്ങൾ പങ്കുവച്ചു. അരോജ ഡെന്നി മോഡറേറ്ററായിരുന്നു. പാനൽ ചർച്ചയ്ക്ക് ശേഷം കവി, ഗാനരചയിതാവ്, വിമർത്തകൻ, എഴുത്തുകാരൻ, തിരക്കഥാകൃത്ത് എന്നീ നിലകളിൽ കേരളത്തിന്റെ സാമൂഹിക സാംസ്കാരിക സാഹിത്യ മണ്ഡലങ്ങളിൽ തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച മുൻ ചീഫ് സെക്രട്ടറിയും ഇത്തവണത്തെ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാര ജേതാവുമായ K. ജയകുമാറിനെ ധനമന്ത്രി KN ബാലഗോപാൽ പൊന്നാട അണിയിച്ച് ആദരിച്ചു. ഷിക്കാഗോ മലയാളി അസോസിയേഷന്റെ ആദരവ് ഏറ്റുവാങ്ങിയ അദ്ദേഹം വിവിധ രംഗങ്ങളിൽ അമേരിക്കൻ മലയാളികളുടെ സാന്നിധ്യം കേരളത്തിൽ എന്നും ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ചു. മാതൃകാപരമായി ബിസിനസ് ചെയ്യാൻ പറ്റിയ അന്തരീക്ഷം കേരളത്തിലുണ്ടെന്നും ഇതു സംബന്ധിച്ചുള്ള ആശങ്കകൾ ദൂരീകരിക്കാനുള്ള സംവിധാനങ്ങൾ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നുണ്ടെന്നും മന്ത്രി ആശംസകൾ നേർന്നുകൊണ്ട് വ്യക്തമാക്കി. രാജ്യത്തിന്റെ വളർച്ചയോടൊപ്പം നല്ല നിലയിൽ ജീവിക്കുവാനുള്ള അന്തരീക്ഷം കേരളത്തിലും സംജാതമായി കഴിഞ്ഞുവെന്ന് ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. അമേരിക്കൻ മലയാളികളുടെ കേന്ദ്ര സംഘടനയായ ഫോമ ജന്മനാട്ടിൽ നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളെക്കുറിച്ച് സംഘടനയുടെ നാഷണൽ പ്രസിഡന്റ് ബേബി മണക്കുന്നിൽ വിശദീകരിച്ചു. വയനാട് പുനരധിവാസ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടെ കേരളത്തിന്റെ താൽപര്യങ്ങൾ സംരക്ഷിച്ച് ഫോമ എന്നും ജന്മഭൂമിയോടൊപ്പമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. പൊതുസമ്മേളനത്തിൽ മുൻ മന്ത്രി ആന്റണി രാജു, CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, വേൾഡ് മലയാളി കൗൺസിൽ ഗ്ലോബൽ ചെയർമാൻ ജോണി കുരുവിള, വേൾഡ് മലയാളി കൗൺസിൽ ഗ്ലോബൽ പ്രസിഡന്റ് തോമസ് മൊട്ടയ്ക്കൽ, ഇന്ത്യ പ്രസ് ക്ലബ്ബ് ഓഫ് നോർത്ത് അമേരിക്കയുടെ പ്രസിഡന്റ് സുനിൽ ട്രൈസ്റ്റാർ, കോൺഗ്രസ് നേതാവ് പന്തളം സുധാകരൻ തുടങ്ങിയവർ ആശംസകൾ നേർന്നു. കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല, മുൻ MP AM ആരിഫ്, ഫോമ ട്രഷറർ സിജിൽ പാലക്കലോടി, വൈസ് പ്രസിഡന്റ് ഷാലു പുനൂസ്, ജോയിന്റ് സെക്രട്ടറി പോൾ P. ജോസ്, ഫോമ 2026 കൺവെൻഷൻ ജനറൽ കൺവീനർ സുബിൻ കുമാരൻ, ജിജു കുളങ്ങര തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു. നോർത്ത് അമേരിക്കയിലെ വിവിധ സംഘടനാ പ്രതിനിധികളും കേരളത്തിലെ കലാ, സാംസ്കാരിക, രാഷ്ട്രീയം ഉൾപ്പെടെയുള്ള പല രംഗങ്ങളിലെ പ്രമുഖ വ്യക്തിത്വങ്ങളും തമ്മിൽ ആരോഗ്യകരമായ ആശയവിനിമയം നടത്തി പരസ്പരം വിവരങ്ങൾ കൈമാറുക എന്നതാണ് ഈ കോൺക്ലേവിലൂടെ ഉദ്ദേശിച്ചതെന്നും ഏവരുടെയും സജീവമായ പങ്കാളിത്തം കൊണ്ട് ലക്ഷ്യം സാക്ഷാത്കരിച്ചുവെന്നും ഇവന്റ് ഓർഗനൈസർ ജോസ് മണക്കാട് പറഞ്ഞു. ഷിക്കാഗോ മലയാളി അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ആൽവിൻ ഷുക്കൂർ സ്വാഗതവും വൈസ് പ്രസിഡന്റ് ഫിലിപ്പ് ലൂക്കോസ് പുത്തൻപുരയിൽ നന്ദിയും പറഞ്ഞു. സംഘടനയുടെ പ്രസിഡന്റ് ജെസി റിൻസി, ട്രഷറർ മനോജ് അച്ചേട്ട്, ജോയിന്റ് സെക്രട്ടറി വിവീഷ് ജേക്കബ്, ജോയിന്റ് ട്രഷറർ സിബിൾ ഫിലിപ്പ്, ബോർഡ് ഓഫ് മെമ്പർ അഗ്നാസ് മാത്യു തുടങ്ങിയവർ
കോൺക്ലേവിന്റെ വിജയത്തിനായി പ്രവർത്തിച്ചു. കഴിഞ്ഞ 52 വർഷമായി ഷിക്കാഗോ മലയാളികൾക്ക് താങ്ങും തണലുമായി നിലകൊള്ളുന്ന ഷിക്കാഗോ മലയാളി അസോസിയേഷൻ മാതൃകാപരമായ ജനപക്ഷ പ്രവർത്തനങ്ങളിലൂടെ സമൂഹത്തിന്റെ ശ്രദ്ധ ആകർഷിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് പ്രവാസി ചാനൽ. നിങ്ങളുടെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കണ്ട. news@pravasichannel.com അല്ലെങ്കിൽ editor@eMalayali.com എന്ന ഇമെയിലിലേക്കോ വാർത്തകൾ അയയ്ക്കുക.